അങ്ങനെ പിന്നെയും ഞാൻ 3 മാസങ്ങൾക്ക് ശേഷം പിന്നെ ഇവിടെ വന്നിരുന്നു. മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഈ മുഴ വേണ്ട. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കണം. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാതാവ് ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് അമ്മ എൻ്റെ ഈ മുഴയെടുത്ത് കയ്യിൽ പിടിച്ച് ഇവിടെ നിന്നോളണം, ഞാൻ പോകുക എന്ന് പറഞ്ഞ് പോകാൻ എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഉറക്കം വരുന്ന പോലെ തോന്നി. ഞാൻ ഇവിടെ ഇരുന്നു, ഉറങ്ങിപ്പോയി പെട്ടെന്ന്. അപ്പം അന്ന് അച്ഛൻ പറഞ്ഞ ആ സംഭവം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലോട്ട് വരികയാണ്. പിന്നെയും കൊച്ചിൻ്റെ തലയിൽ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോഴാണ് അച്ഛൻ എൻ്റെ മുഖത്തിട്ട് നോക്കിയിട്ട് ചോദിച്ചത്, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന്. എൻ്റെ പേര് ജിനി. ഞാൻ വൈക്കം ഫെറോനയിൽ നിന്നും വരുന്നു. ഞാനിവിടെ 2016 ഉടമ്പടി എടുക്കാൻ വന്നത്. 2016 മുതൽ 23 വരെയും ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചു പോരുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആദ്യം വന്നത്. പക്ഷേ മദ്യപാനം 2 വർഷമായിട്ട് മാറാതെ വന്നപ്പോൾ ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ പറഞ്ഞു, ഇവന് ഒരുപാട് താമസമുള്ള കേസാണ്, അതുകൊണ്ട് ഒരു താമസം ഉണ്ടാകും, നീ അതോർത്ത് വേവലപ്പെടണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മകനെയും കൂട്ടിക്കൊണ്ടാണ് വന്നത്. മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അവന് ഒരുപാട് മാർക്ക് കുറവായതുകൊണ്ട് അവനെയും കൊണ്ടുവന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്തിനാണ് ഇവനെയും കൊണ്ടുവന്നതെന്ന്. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇവന് ഒരുപാട് മാർക്ക് കുറവാണെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഇങ്ങോട്ട് വാ, ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിച്ചു, നിനക്ക് വല്ല കുഴപ്പവും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞ് ഞാനങ്ങനെ നടക്കുന്നപ്പോൾ അച്ഛൻ പിന്നെയും വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിൻ്റെ വയറിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, എൻ്റെ വയറിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോയി. അച്ഛൻ പറഞ്ഞു, വേഗം ഇവിടെയെങ്കിലും നിൽക്കണ്ട, വേഗം 2 പേരും കൂടി പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പോയി. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഉടമ്പടി പുതുക്കാൻ ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥന കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഇവിടെ പറയുകയുണ്ടായി, ആർക്കെങ്കിലും തലവേദന ഉണ്ടോയെന്നോ അല്ലെങ്കിൽ വയറുവേദന ഉണ്ടോയെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ പോയി കാണണം. കാരണം എനിക്ക് അന്നേരം പറയാൻ പറ്റിയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന്. ഞാൻ വീട്ടിൽ ചെന്ന് അച്ഛൻ പറഞ്ഞതിനെക്കുറിച്ച് ഓർത്തു. അന്ന് എന്നോടും ചോദിച്ചിരുന്നു, വയറിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ ഒരു ഗൈനക്കോളജിനെ പോയി കണ്ടു. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് വയറിന് എന്തോ കുഴപ്പമുണ്ട്, ഞാനിങ്ങനെ ആലപ്പുഴയിൽ പോയപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കുഴപ്പവും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഞാനൊരു ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട് ബാങ്കിൽ, പിന്നെ ഞാൻ വീട്ടിൽ തയ്ക്കുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം നിർബന്ധമാണെങ്കിൽ പോയി സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയി സ്കാൻ ചെയ്തപ്പോൾ 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു മുഴ എൻ്റെ വയറ്റിലുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നും അറിയാതെ നിൽക്കുമായിരുന്നു. കാരണം എനിക്ക് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല. രാത്രി 12 മണി വരെ ഇരുന്ന് തയ്ക്കുകയും രാവിലെ ജോലിക്ക് പോവുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ വയറിൻ്റെ യൂട്രസിൻ്റെയും ഓവറിൻ്റെയും ഇടയിലായിട്ട് ഒരു മുഴയുണ്ട്. അത് ഇപ്പോൾ പൊട്ടാറായിട്ട് നിൽക്കുകയാണ്. ഉടനെ കാരിത്താസിൽ പോകൂ, അവിടെ പോയി നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം, അതവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടാവണം, അതുകൊണ്ട് ഉടനെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വീട്ടിലോട്ട് വന്നു. പിന്നെ ആ റിസൾട്ട് ലക്ഷോറിലെ ഡോക്ടറെ കാണിക്കുകയും അമലയിലെ ഒരു ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും പറഞ്ഞു, ഇപ്പം തന്നെ ഇത് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ശരിയാകില്ലെന്ന്. പിന്നെ ക്യാൻസർ ടെസ്റ്റും ചെയ്തു. അന്നേരം കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനിവിടെ വന്നു. അച്ഛനല്ലേ പറഞ്ഞത്, എന്നാൽ അച്ഛനെ തന്നെ ഒന്ന് കണ്ട് കാര്യം പറയാമെന്ന് വിചാരിച്ച് ഞാനിവിടെ വന്നു. 3 മാസം അടുപ്പിച്ച് ഇവിടെ വന്നിട്ടും അച്ഛനെ കാണാൻ പറ്റിയില്ല. ഒരു തവണ വന്നപ്പോൾ അച്ഛന് പനിയാണെന്ന് പറഞ്ഞു. പിന്നത്തെ തവണ അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒന്നും പറഞ്ഞില്ല, ഒരു ബോർഡ് മാത്രം കാണിച്ചു തന്നു, അച്ഛൻ ഇന്നില്ല എന്ന്. ഞാനിവിടെ വന്ന് തിരിച്ച് വീട്ടിൽ പോയി. പിന്നെയും ഞാൻ ഓർത്തു, ഈ മുഴ എങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷേ എന്താണ് ഈ മുഴയുടെ അവസ്ഥയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്നും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പിന്നെയും ഞാൻ 3 മാസങ്ങൾക്ക് ശേഷം പിന്നെ ഇവിടെ വന്നിരുന്നു. മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ
എനിക്ക് ഈ മുഴ വേണ്ട, കാരണം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കണം, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാതാവ് ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് അമ്മ എൻ്റെ ഈ മുഴയെടുത്ത് കയ്യിൽ പിടിച്ച് ഇവിടെ നിന്നോളണം, ഞാൻ പോകുക എന്ന് പറഞ്ഞ് പോകാൻ എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഉറക്കം വരുന്ന പോലെ തോന്നി. ഞാൻ ഇവിടെ ഇരുന്നു ഉറങ്ങിപ്പോയി പെട്ടെന്ന്. അപ്പം അന്ന് അച്ഛൻ പറഞ്ഞ ആ സംഭവം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലോട്ട് വരികയാണ്. പിന്നെയും കൊച്ചിൻ്റെ തലയിൽ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോഴാണ് അച്ഛൻ എൻ്റെ മുഖത്തിട്ട് നോക്കിയിട്ട് ചോദിച്ചത്, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന്. ഞാനില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പൊക്കോന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞ് നടന്നപ്പോൾ വീണ് അമ്മ മാതാവ് ഇവിടെ അൽത്താരയിൽ നിന്ന് അച്ഛനോട് ചോദിക്കുകയാണ്, എടാ ജോപ്പ അവൾ പോവുകയാണ്, നീ പറയണുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നിൻ്റെ വയറിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം ഇത് അമ്മ തന്നെ ഏറ്റെടുക്കും എന്നെനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ പോയി പിറ്റേ ദിവസം ഞാൻ പോയി സ്കാൻ ചെയ്തപ്പോൾ ആ മുഴയുടെ സ്ഥാനത്ത് ഒന്നുമില്ല, അവിടെ ഒരു പാട് പോലും ഇല്ലാതെ മാതാവ് എനിക്ക് മാറ്റിത്തന്നു. അതിന് ഞാൻ 1000 നന്ദി മാതാവിനോട് പറയുകയാണ്. പിന്നെ എൻ്റെ മകൻ പഠിക്കാൻ പുറകിലായതുകൊണ്ടാണ് ഞാൻ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവൻ പഠിച്ചോളും, നീ പൊക്കോളാൻ പറഞ്ഞു. 10ാം ക്ലാസ്സിൽ 6 A+ കിട്ടി. അപ്പോൾ അച്ഛൻ ഇവിടെ സാക്ഷ്യം പറയിപ്പിക്കുന്നില്ലായിരുന്നു, കാരണം കോവിഡ് കാലഘട്ടമായതുകൊണ്ട് പറയണ്ടെന്ന് പറഞ്ഞു. അത് പിന്നീട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. +1 അവന് ഹ്യൂമാനിറ്റീസാണ് കിട്ടിയത്. അവൻ സയൻസ് വേണമെന്ന് പറഞ്ഞു നിർബന്ധം പറഞ്ഞപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ഇവിടെ വന്ന് ചോദിച്ചു, അമ്മേ പഠിക്കാൻ പുറകിലോട്ടാണ്, സയൻസ് എടുത്താൽ എങ്ങനെയാണ് ശരിയാവണം? അപ്പം പറഞ്ഞിട്ട് പോയി. അവൻ പിന്നെയും സമ്മതിക്കുന്നില്ല, സയൻസ് തന്നെ വേണമെന്ന്. അങ്ങനെ സയൻസ് കിട്ടി. അവൻ പഠിച്ച സ്കൂളിൽ തന്നെ കിട്ടി സയൻസ് കിട്ടി. +1 റിസൾട്ട് വന്നപ്പോഴേക്കും ഒരു വിഷയം മാത്രം ജയിച്ചു, ബാക്കി 5 വിഷയവും തോറ്റുപോയി. ഞാനിവിടെ വന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് ചോദിച്ചു, അമ്മയോട് ഞാൻ ചോദിച്ചിട്ടല്ലേ അമ്മ ഈ കൊച്ചിനെ ഞാൻ ചേർത്തത്, എന്നിട്ടും എനിക്ക് എന്തിനാ ഇങ്ങനെ തന്നു എന്ന് ചോദിച്ച് ഞാൻ തിരിച്ചു പോയി. ഞാൻ അന്നേരം പറഞ്ഞിട്ടാണ് പോയത്, അമ്മ ഈ കൊച്ചിനെ +1 +2 ജയിപ്പിച്ച് തന്നെ, എനിക്ക് ഇനി അവനെ നോക്കാൻ പറ്റിയല്ല, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണെന്ന്. +2 പരീക്ഷ കഴിഞ്ഞ് അവനെ ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞ കൊച്ചല്ലേ, ഇവിടെ നിർത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവന് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അവനിവിടെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് പിറ്റേ ആഴ്ചയെ വരാൻ പറഞ്ഞു. പിറ്റേ ആഴ്ച വന്നപ്പോഴും എടുക്കാൻ താല്പര്യമില്ലാത്തവട്ട് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി പേപ്പർ കാണിച്ചിട്ട് പറഞ്ഞു, 2016 മുതൽ ഞാനിവിടെ കയറി ഇറങ്ങണമല്ലേ, എൻ്റെ കൊച്ചിനെ ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ ഇവിടെ ഇന്ന് വരെ അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ റിസൾട്ട് +2 വന്നപ്പോൾ അവൻ എല്ലാ വിഷയവും ജയിച്ചു. അമ്മ മാതാവിനും അതിനും ഒരുപാട് നന്ദി. എൻ്റെ എല്ലാ കാര്യങ്ങളും +2 കൂടി അവൻ +1 5 വിഷയവും അവൻ എഴുതിയെടുത്തു. അമ്മ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ ആങ്ങളയുടെ മകൾ പെട്ടെന്ന് സൈക്കിള് മറിഞ്ഞ് വീണ് പെട്ടെന്നൊരു ഓപ്പറേഷൻ, കൈയിൻ്റെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുവന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഛർദിലും ഉണ്ടായിരുന്നു, കൈ മാത്രം ഓപ്പറേഷൻ ചെയ്താൽ പോരാ, കൈ ഒടിഞ്ഞിട്ടുണ്ട്, മൂക്കും കൂടി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, മൂക്കിൻ്റെ പാലം തകർന്നു പോയെന്ന് പറഞ്ഞു. എന്ത് കൊടുത്താലും നേരം വെളുക്കോളം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നാത്തൂൻ എന്നെ വിളിച്ച് കരഞ്ഞു, എനിക്കറിയാൻ മേല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, നമ്മൾ ഭയങ്കര കരച്ചിൽ. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഉടമ്പടി തൈലം കൊണ്ടേ മൂക്കേ തേക്കാനും ഉടമ്പടി കാശ് രൂപം കൊച്ചിൻ്റെ കയ്യിൽ കെട്ടിവെക്കാനും പറഞ്ഞു. പിറ്റേ ദിവസം മെയിൻ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ഈ കുട്ടിക്ക് മൂക്കിനൊരു ഓപ്പറേഷനും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അത് അമ്മ മാതാവ് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണത്. കാരണം അവൾ അത്രയും വിഷമിച്ച് കരഞ്ഞും എന്നോട് പറഞ്ഞു, ആൻറ്റി എനിക്ക് എൻ്റെ മൂക്കിൽ തന്നെ വലിയ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കൂട്ടുകാരത്തിക്ക് ഒരു വീടില്ല, പഴയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ലോൺ കിട്ടാനുള്ള മാർഗ്ഗങ്ങളുമില്ല, പക്ഷേ ജോലിയുണ്ട്, പക്ഷേ സ്വന്തമായിട്ട് 3 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഹൗസിംഗ് ലോൺ കിട്ടുള്ളൂ. ഭർത്താവിൻ്റെ പേരിലാണ് സ്ഥലം. ചോദിക്കാനൊരു മടിയുമുണ്ട്. ഞാൻ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, ആ പ്രദേശത്തൊക്കെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കാം, മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു
കാശ് രൂപം കൊടുത്തു. ആ കാശ് രൂപം അവിടെ കുഴിച്ചിടാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു നായർ സമുദായത്തിൽപ്പെട്ട കുട്ടിയാണത്. ആ കുട്ടി അതിന് ബുദ്ധിമുട്ടായി തോന്നിയിട്ട് ഒരു സ്ലാഗയിൽ കോർത്തിട്ട് അത് അവിടെ ഒരു മരത്തെ കെട്ടിത്തിട്ടു. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും 3 സെൻറ്റ് സ്ഥലത്തിന് പകരം 6 സെൻറ്റ് സ്ഥലം എഴുതി കൊടുക്കുകയും അവിടെ ഒരു നല്ല വീട് വെച്ച് പെട്ടെന്ന് തന്നെ പണി തീർത്ത് കയറി താമസിക്കാനും തുടങ്ങി. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ കൊച്ചിൻ്റെ മാല കാണാതെ പോയിട്ട് 2 പവൻ്റെ മാലയായിരുന്നു. അത് കാണാതെ പോയി. പള്ളിയിൽ വന്നപ്പോൾ പോയതാണ്. പക്ഷേ അത് അവിടെയൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ മാല പോയി, 2 പവനുണ്ടായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇല്ല ചേച്ചി, നോക്കിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നോക്കി കഴിഞ്ഞ് ഞാൻ അതിനോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ആരുടെയോ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഒരാഴ്ച കഴിയുമ്പോൾ കൊണ്ടുവന്ന് തരും കൊച്ച എന്ന് പറഞ്ഞ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന് തന്നു മാല. അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഞാനും ആ കുട്ടിയും കൂടെ അവിടെ നോക്കിയത് കൊണ്ട് തന്നെയാണ് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ അമ്മ മാതാവ് എനിക്ക് ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തു തന്നത്. ഇതിനു മുമ്പ് ഞാനൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തയ്യലായിരുന്നു ജോലി. പക്ഷേ കോവിഡ് വരുമെന്ന് മാതാവിന് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാവ് എനിക്ക് ഒരു ബാങ്കിലൊരു ചെറിയ ജോലി തന്നു. ആ ജോലി കൊറോണ കാലഘട്ടങ്ങളിൽ എനിക്ക് കുടുംബത്തിനും ഒരുപാട് ഉപകാരങ്ങളായിരുന്നു അതുകൊണ്ട് വന്നത്. പിന്നെ എൻ്റെ ഈ ചെറിയ ജോലി കൊണ്ട് എനിക്ക് ഒന്നും നേടാൻ പറ്റുമായിരുന്നില്ല. എൻ്റെ മോൾക്ക് നേഴ്സിംഗ് പഠിച്ചു, അവളിപ്പോൾ ജോലി ചെയ്യുകയാണ്. അവൾക്ക് ലോൺ കിട്ടാതെ വന്നു. 2016 മുതൽ അമ്മ എന്നെ ഉള്ളം കയ്യിലാണ് കൊണ്ടു നടന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അമ്മ ചെയ്തു തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുകയാണ്.